ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ഇത് UGC നെറ്റ് സെറ്റ് തുടങ്ങി ഏതൊരു ടീച്ചിങ് ലെവൽ എക്സാംസിനും ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അതായത് NEP 2020 കുറിച്ചിട്ടുള്ള ഒരു ടോട്ടൽ MCQ സെഷൻ ആണ് ഇന്നത്തെ വീഡിയോ. 160+ MCQs വിത്ത് ആൻസർ ആൻഡ് എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. NEP 2020 was approved by the Union Cabinet in which year? 2018, 19, 20, 21. Answer 2020 ആണ്. 2020 July 29. It was replaced by which NEP? NEP 1986. 1986-ലെ NEP-നെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് NEP 2020 നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. NEP 2020 aims to achieve universalization of education from which age to which age? 3 to 18, 6 to 18, 3 to 21, 5 to 18. Correct answer ഓപ്ഷൻ എ ആണ്, 3 to 18. അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. NEP covers 3 to 18 years, aligning with the new structure 5+3+3+4. അടുത്ത ചോദ്യം. The earlier 10+2 system was replaced by which structure? It is very easy. തൊട്ട് മുമ്പേ പറഞ്ഞതിൽ തന്നെ ആൻസർ ഉണ്ട് അല്ലേ? 5+3+3+4. പെട്ടെന്ന് വായിച്ച് പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ സുഖമായി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വായിച്ചു പോകുന്നത്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇഫ് യു ആർ വാച്ചിങ് വിതൗട്ട് സബ്സ്ക്രൈബിംഗ് ടു ദിസ് ചാനൽ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. NEP introduces foundational, preparatory, middle and secondary stages. അങ്ങനെയാണത് 5+3+3+4 ആവുന്നത്. ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ് 5, preparatory 3, middle 3 and secondary 4 stages. The foundational stage includes ages 3 to 8, includes ECCE plus class 1 to 2. Correct option option B ആണ്. ECCE in NEP stands for ECCE in NEP stands for Early Childhood and Care Education, Early Course Curriculum and Education, Elementary Child Curriculum Education, Early Core Child Education. ഏതാണ് കറക്റ്റ് ആൻസർ? എക്സ്പ്ലനേഷൻ ഓഫ് expansion of ECCE ഏതാണ്? Early Childhood Care and Education. So please focus this term. It is very important. അടുത്ത ചോദ്യം. NEP 2020 aims to achieve 100% GER in school education by which year? 2030 ആണോ, 35 ആണോ, 40 ആണോ, 25 ആണോ? ഓപ്ഷൻ എ ആണ്, 2030. GER എന്താണ്? ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. NEP ടാർഗറ്റ്സ് 100% by 2030. അടുത്ത ചോദ്യം. The full form of GER is General Enrollment Rate, Gross Education Ratio, Gross Enrollment Ratio, General Enrollment Record. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. അതാണ് GERന്റെ ഫുൾ ഫോം, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. അടുത്ത ചോദ്യം. FLN in NEP 2020 stands for Foundational Learning and Numeracy, Future Learning and Navigation, Functional Language and Numbers, Fundamental Literacy and Numbers. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, ഫൗണ്ടേഷണൽ ലേണിംഗ് ആൻഡ് ന്യൂമറസി, FLN, to be achieved by class 3, age 8. Which mission focuses on FLN? NCF, NIPUN Bharat, Diksha, PMG Disha. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നിപുൺ ഭാരത്. നിപുൺ എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി. നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി. PARAC is an assessment body under NEP. What is its full form? PARAC ന്റെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. ഏതാണ് ഫുൾ ഫോം? കറക്റ്റ് ആൻസർ ഏതാണ്? പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് നോളജ് ഹബ് ആണോ? പെർഫോമൻസ് അനാലിസിസ് റേറ്റിംഗ് നോളജ് ഹബ് ആണോ? പ്രോഗ്രാം ഫോർ റാങ്കിംഗ് ഓഫ് നോളജ് ഹബ്സ് ആണോ? പ്രൈമറി അസസ്മെന്റ് റിഫോം ആൻഡ് നോളജ് ഹബ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്, പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് നോളജ് ഹബ്. അതാണ് PARAC, പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് നോളജ് ഹബ്. അതാണ് PARAC. It is a body under NEP for assessment. It aims for holistic development. അടുത്ത ക്വസ്റ്റ്യൻ. PARAC will function under UGC, NCERT, NCTE, NIOS.
ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, NCERT. പരാഗ് വിൽ ഫംഗ്ഷൻ അണ്ടർ NCERT. പരാഗ് ഈസ് ആൻ ഓട്ടോണമസ് ബോഡി അണ്ടർ NCERT. NCERT എന്താണ്? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അടുത്ത ചോദ്യം, NEP 2020 proposes board exams to be harder, more content heavy, easier and competency based, cancelled. ഏതാണ് കറക്റ്റ് ആൻസർ? NEP 2020 proposes board exam to be focus on its competency based application oriented testing. കറക്റ്റ് ആൻസർ ഏതാണ്? ഈസിയർ ആണ് അല്ലേ? ഈസിയർ ആൻഡ് കോമ്പീറ്റൻസി ബേസ്ഡ് ആക്കാനാണ് NEP 2020 പ്രപ്പോസ് ചെയ്യുന്നത്. ബോർഡ് എക്സാം ടു ബി ഈസിയർ ആൻഡ് കോമ്പീറ്റൻസി ബേസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, which board exam types will be introduced? Which board exam types will be introduced by NEP 2020? Semestral exams, annual plus improvement exams, only annual exams, only improvement exams. Correct answer option B ആണ്, annual and also improvement exams. Students can take improvement exam in one subject if needed. അടുത്ത ചോദ്യം, NEP proposes teaching in which language as far as possible till grade 5? NEP proposes teaching in which language as far as possible till grade 5? English, mother tongue or regional language, Hindi, Sanskrit. ഏതാണ് കറക്റ്റ് ആൻസർ? NEP proposes teaching in which language as far as possible till grade 5? Correct answer option B ആണ്, mother tongue or regional language. Mother tongue or home language is emphasized for better comprehension. അടുത്ത ചോദ്യം, NEP proposes that the medium of instruction should preferably continue till grade 2, grade 3, grade 5, grade 8. NEP proposes that the medium of instruction should preferably continue till grade 8. If possible, continue till grade 8 and beyond എന്നാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അടുത്ത ചോദ്യം, NEP proposes which initiative for teachers? NEP proposes which initiative for teachers? DET, NPST, NCT, NECT. ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ ബി ആണ്, NPST. എന്താണ് NPST? നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചേഴ്സ്. സോ NEP proposes നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചേഴ്സ്. അടുത്ത ചോദ്യം, 4-year integrated B.Ed will become optional. The minimum degree for teaching abolished only for primary teachers. Which is the correct answer? Option B ആണ്, the minimum degree for teaching. The minimum degree for teaching. 4-year integrated B.Ed will become the minimum degree for teaching. അടുത്ത ചോദ്യം, who will regulate teacher education? Who will regulate teacher education? UGC, NCTE, NCRT, AICTE. Correct answer, NCTE. What is NCTE? National Council for Teacher Education. So, who will regulate teacher education? National Council for Teacher Education will regulate. അടുത്ത ചോദ്യം, which body was proposed to replace multiple regulators in higher education? Which body was proposed to replace multiple regulators in higher education? Options HEGC, HECI, AICTE, UGC. Correct answer option B ആണ്, HECI. എന്താണ് HECI? Higher Education Commission of India. അടുത്ത ചോദ്യം, HECI consists of how many verticals? HECI consists of how many verticals? Options 3, 4, 5 and 6. Which is the correct answer? Answer B ആണ്, which is 4 verticals. Higher Education Council of India consists of 4 verticals. Which are they? NHERC, NAC, NAC, HEGC, GEC. These are the 4 verticals of HECI, Higher Education Council of India. NHERC എന്താണ്? National Higher Education Regulatory Council. NAC, National Accreditation Council. HEGC, Higher Education Grants Council. GEC, General Education Council. അടുത്ത ചോദ്യം, GEC develops which framework? GEC develops which framework? SCF, NHEQF, NCFFS, NCF. Correct answer option B ആണ്, National Higher Education Qualifications Framework. National Higher Education Qualifications Framework അതാണ് NHEQF. അതായത് GEC develops which framework എന്ന് ചോദിക്കുമ്പോൾ National Higher Education Qualifications Framework. NRF എന്തിനാണ്? ഫണ്ട് റിസർച്ചിനാണ്. NRF will fund research. Expand NRF. എന്താണ് NRF?
നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആണോ, നാഷണൽ റിവ്യൂ ഫൗണ്ടേഷൻ ആണോ, നാഷണൽ റിഫോംസ് ഫൗണ്ടേഷൻ ആണോ, നാഷണൽ റിസോഴ്സ് ഫണ്ട് ആണോ? ഓപ്ഷൻ എ ആണ് ആൻസർ, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. What is the GER target in higher education by 2035? What is the GER target in higher education by 2035? 40%, 50%, 60%, 70%. Correct answer B ആണ് 50%. അടുത്ത ചോദ്യം. The term light but tight refers to. The term light but tight refers to classroom rules, regulation in higher education, curriculum size, teacher workload. Correct answer option B ആണ് regulation in higher education. അടുത്ത ചോദ്യം. ABC stands for Academic Bank of Credits, Academic Board Council, Accreditation Body Council, Assessment Board of Colleges. Correct answer A ആണ്. ABC stands for Academic Bank of Credits. ABC stands for Academic Bank of Credits. ABC enables storing and transferring of credits digitally. അടുത്ത ചോദ്യം. Multidisciplinary education aims to establish options: single discipline colleges, multidisciplinary universities, one language institutions, online only colleges. Multidisciplinary education aims to establish multidisciplinary universities. Okay, option B ആണ് correct answer. അടുത്ത ചോദ്യം. All higher education institutions must become multidisciplinary by 2030, 2035, 2040, 2025. Correct answer option C ആണെന്നാണ് പറയുന്നത്, 2040. So what was the question? All higher education institutions must become multidisciplinary by 2040. 2040. MPhil degrees according to NEP, mandatory, optional, abolished, required for PhD. എന്താണ് MPhil degrees according to NEP? Abolished. Already abolished. ഇപ്പോൾ MPhil ഉണ്ടോ ഇവിടെ? ഇല്ല. School bag policy is connected to. School bag policy is connected to reducing bag weight. അതാണ് correct answer. Reducing bag weight. School bag policy. Reducing bag weight. അടുത്ത ചോദ്യം. The curriculum will shift towards. The curriculum will shift towards rote learning, memorization, experiential learning, only textbook learning. ഏതാണ് correct answer? Rote learning. എന്താണ് rote learning? മനപ്പാഠമാക്കൽ അല്ലേ, by heart പഠിക്കുന്നത്. Rote learning, memorization, experiential learning, only textbook learning. So curriculum will shift towards experiential learning. That is the correct answer. അടുത്ത ചോദ്യം. NEP emphasizes which literacy at secondary level? NEP emphasizes which literacy at secondary level? കൾച്ചറൽ ലിറ്ററസി ആണോ, സയന്റിഫിക് ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി ആണോ, മിത്തോളജിക്കൽ ലിറ്ററസി ആണോ, സാൻസ്ക്രിറ്റ് ലിറ്ററസി ആണോ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സയന്റിഫിക് ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി. അടുത്ത ചോദ്യം. NEP proposes vocational education from class 6, class 8, 10, 12. NEP proposes vocational education from class 6. Okay. അടുത്ത ചോദ്യം. The target for vocational education by 2025 is 25%, 50%, 100%, 30%. Correct answer option B ആണ് 50%. The target for vocational education by 2025, 50%. 2025 കഴിയാനായി അല്ലേ? School complexes are related to merging colleges, cluster of schools, foreign universities, teacher transfers. Correct answer ഏതാണ്? School complexes are related to cluster of schools. Option B is the correct answer. അടുത്ത ചോദ്യം. NEP proposes universal access through. NEP proposes universal access through. കറക്റ്റ് ആൻസർ ഏതാണ്? ഓൺലി പ്രൈവറ്റ് സ്കൂൾസ് ആണോ, ഫോറിൻ ഫണ്ടിംഗ് ആണോ, ഓപ്പൺ സ്കൂളിംഗ് വയ NIOS ആണോ, ഓൺലി ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണോ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഓപ്പൺ സ്കൂളിംഗ് വയ NIOS. NIOSന്റെ ഫുൾ ഫോം എന്താണ്? ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഐ എം നോട്ട് ഷെയറിംഗ് ദ ആൻസർ റൈറ്റ് നൗ. See, this is the question. NIOS stands for National Institute of Open Schools, National Institute of Open Schooling, National Information for Open Schooling, or National Institution of Open Studies. Correct answer option B ആണ്. NIOS stands for National Institute of Open Schooling. National Institute of Open Schooling ആണ് NIOS. National Institute of Open Schooling. അടുത്ത ചോദ്യം. NEP aims to reduce which practice? NEP aims to reduce which practice? Worksheets, coaching culture, practical exams, group projects. Correct answer option B ആണ്, coaching culture. This is really important. NEP aims to reduce coaching culture. അടുത്തത്. Report cards will become single teacher assessment, multi-dimensional progress cards, only marks based, only grade based. ഏതാണ്? multi-dimensional progress cards. Reports cards എന്തായി മാറുന്നു? multi-dimensional progress cards ആയി മാറുന്നു.
So bagless days apply from which classes 6 to 8. അടുത്ത ചോദ്യം NRF will be regulated by UGC, Ministry of Education, AICTE, NCTE. Correct answer, Ministry of Education. NRF will be regulated by Ministry of Education. അടുത്ത ചോദ്യം The NCF for school education will be developed by UGC, NCRT, HEGC, AICTE. Correct answer, option B ആണ്. The NCF for school education will be developed by option B, NCRT. അടുത്ത ചോദ്യം NCFSE stands for correct answer മാത്രം പറയാം. National Curriculum Framework for School Education. National Curriculum Framework for School Education. അടുത്ത ചോദ്യം Teacher recruitment will be based on school level exams, TET plus demonstration plus interview, only TET, only interview. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. Teacher recruitment will be based on ഇതിലേതാണ് correct answer? Answer B ആണ്. TET, demonstration plus interview. Only TET അല്ല, only interview അല്ല, only school level examsഉം അല്ല. പിന്നെ എന്ത് ബേസ്ഡ് ആയിട്ടാണ് ടീച്ചർ റിക്രൂട്ട്മെന്റ്സ് നടത്താൻ പോകുന്നത്? TET ഉണ്ടായിരിക്കണം, ഡെമോൺസ്ട്രേഷൻ വേണം, ഇന്റർവ്യൂവിലും പാസ്സാവണം. അടുത്തത് ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ഓഫ് NEP ഏതാണ്? ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ഓഫ് NEP ഏതാണ്? സ്വയമാണോ? അല്ല. പിന്നെ ദീക്ഷ എന്താണ്? ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്, അതാണ് ദീക്ഷ. അതാണ് NEPയുടെ ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. NEP proposes internship for students from class 3 ആണോ, class 6, class 10, class 12? Option B ആണ്, class 6. NEP proposes internship for students from class 6. അടുത്ത ചോദ്യം School exams in classes 3, 5 and 8 will be conducted by schools individually, state level assessment bodies, NCRT, private agencies. Correct answer, state level assessment bodies. അടുത്ത ചോദ്യം NEP encourages which competency? Critical thinking, memorization, dictation, rote learning. Correct answer, critical thinking. അടുത്ത ചോദ്യം Which concept promotes interdisciplinary research? Which concept promotes interdisciplinary research? ABC, NRF, NCFTE, NIOS. Option B ആണ് correct ഉത്തരം, NRF. NRF is the concept that promotes interdisciplinary research. അടുത്ത ചോദ്യം NEP promotes which type of assessment? Continuous and comprehensive, high stakes annual exams, competency based low stakes, only practical exams. Correct answer, option C ആണ്, competency based low stakes. NEP aims to convert all HEIs into autonomous colleges only, research intensive universities, teaching universities and colleges. Then option C, only community colleges, only private universities. Answer, option B ആണ്. NEP aims to convert all HEIs into research intensive universities, teaching universities and colleges. So first 50 ചോദ്യം കവർ ചെയ്തിരിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ചോദ്യം NEP 2020 recommends the establishment of school complexes for privatization of schools, sharing resources among schools, increasing school fee, introducing foreign curriculum. Correct answer, option B ആണ്, sharing resources among schools. So NEP recommends the establishment of school complexes for sharing resources among schools. That is, school complexes എന്താണ്? Clusters of schools sharing teachers, resources, labs, libraries. അടുത്ത ചോദ്യം Which body will replace NAC under NEP's new structure? This is very important. Which body will replace NAC under NEP's new structure? NAC, NAC, NHERC, GEC, HEGC. ഏതാണ് കറക്റ്റ് ആൻസർ? NAC ആണ് കേട്ടോ. NAC എന്ന് തന്നെ പറയും, പക്ഷേ സ്പെല്ലിംഗ് വ്യത്യാസം അല്ലെങ്കിൽ അബ്രിവിയേഷൻസ് വ്യത്യാസമുണ്ട്. നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ അണ്ടർ HECI, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം Under the new regulation, NHERC will be responsible for teacher training, funding universities, single regulatory control of HEIs, preparing curriculum. Correct answer, option C ആണ്, single regulatory control of HEIs. NHERC എന്താണ്? NHERC എന്താണ്? National Higher Education Regulatory Council, a single regulator. അതാണ്. Next, NEP promotes a shift from summative to
നോം റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് ആണോ, ഫോർമേറ്റീവ് ആൻഡ് കോമ്പിറ്റൻസി ബേസ്ഡ് അസസ്മെന്റ് ആണോ, മോർ ഹൈ സ്റ്റേക്സ് എക്സാംസ് ആണോ, ഓർ മന്ത്ലി എക്സാമിനേഷൻസ് ആണോ? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഫ്രം സമ്മേറ്റീവ് ടു ഫോർമേറ്റീവ് ആൻഡ് കോമ്പിറ്റൻസി ബേസ്ഡ് അസസ്മെന്റ്സ്. അടുത്ത ചോദ്യം, NEP എംഫസൈസസ് വിച്ച് സ്കിൽ ഫോർ 21st century ലേണിംഗ്? ഈ ചാനലിൽ ഞാൻ 21st century സ്കിൽസ് എന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ആ സ്കിൽസ് വേണം. മാത്രമല്ല ഇപ്പൊ കണ്ടില്ല, ഏതൊരു എക്സാമിനും അത് ചോദിക്കും. NEP എംഫസൈസസ് വിച്ച് സ്കിൽ ഓഫ് 21st century ലേണിംഗ്? കറക്റ്റ് ആൻസർ ഏതാണ്? ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. അടുത്ത ചോദ്യം, വിച്ച് ടെക്നോളജി പ്ലാറ്റ്ഫോം സപ്പോർട്ട്സ് ടീച്ചർ ട്രെയിനിങ് അണ്ടർ NEP? വിച്ച് ടെക്നോളജി പ്ലാറ്റ്ഫോം സപ്പോർട്ട്സ് ടീച്ചർ ട്രെയിനിങ് അണ്ടർ NEP? കറക്റ്റ് ആൻസർ ഏതാണ്? ദീക്ഷയാണോ, UGC കെയർ ആണോ, സ്വയംപ്രഭയാണോ, വിദ്യാഞ്ജലിയാണോ? കറക്റ്റ് ആൻസർ ദീക്ഷയാണ്, ഓപ്ഷൻ എ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്. ഇനി വിദ്യാഞ്ജലി എന്താണ്? വിദ്യാഞ്ജലി ഇനിഷ്യേറ്റീവ് ഈസ് ഫോർ ടീച്ചർ വൊക്കേഷൻസ്, ഫോറിൻ യൂണിവേഴ്സിറ്റീസ്, സ്കൂൾ വോളണ്ടിയർ പ്രോഗ്രാം ഓർ ന്യൂ ടെക്സ്റ്റ് ബുക്സ്? കറക്റ്റ് ആൻസർ സ്കൂൾ വോളണ്ടിയർ പ്രോഗ്രാം. വിദ്യാഞ്ജലി ഇനിഷ്യേറ്റീവ് ഈസ് ഫോർ സ്കൂൾ വോളണ്ടിയർ പ്രോഗ്രാം. അടുത്ത ചോദ്യം, the curriculum in NEP is based on reducing curriculum load. The curriculum in NEP is based on reducing curriculum load. അടുത്ത ചോദ്യം, by which class should students achieve FLN according to NEP? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ക്ലാസ് 3. FLN എന്താണ്? ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. അടുത്ത ചോദ്യം, NEP encourages introduction of coding from class 6. SATI in NEP refers to standard academic testing for higher education ആണോ, state assessment test for higher education ആണോ, state assessment and training hub for education ആണോ, അതോ ഇനി ഇതൊന്നുമല്ലേ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റേറ്റ് അസസ്മെന്റ് ആൻഡ് ട്രെയിനിങ് ഹബ് ഫോർ എഡ്യൂക്കേഷൻ. സ്റ്റേറ്റ് ലെവൽ അസസ്മെന്റ് ഹബ്സ് ഫോർ ട്രെയിനിങ് ആൻഡ് എക്സാം റിഫോംസ്. അടുത്ത ചോദ്യം, NEP proposes which card for student progress? NEP proposes which card for student progress? ഓപ്ഷൻസ് ഉണ്ട്, റിപ്പോർട്ട് കാർഡ് 2.0, പെർഫോമൻസ് കാർഡ്, ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്, മെറിറ്റ് കാർഡ്. കറക്റ്റ് ആൻസർ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്. അടുത്ത ചോദ്യം, ഹൗ ഓഫൻ വിൽ ബോർഡ് എക്സാംസ് ബി കണ്ടക്റ്റഡ്? ഹൗ ഓഫൻ വിൽ ബോർഡ് എക്സാം ബി കണ്ടക്റ്റഡ്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ട്വൈസ് എ ഇയർ, മെയിൻ പ്ലസ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, സോ ബോർഡ് എക്സാം വിൽ ബി കണ്ടക്റ്റഡ് ട്വൈസ് എ ഇയർ. അതിൽ ഒരെണ്ണം മെയിൻ എക്സാമും ഒരെണ്ണം ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ളതുമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓർഗനൈസേഷൻ വിൽ ഡെവലപ്പ് NCF? വിച്ച് ഓർഗനൈസേഷൻ വിൽ ഡെവലപ്പ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്? ഓപ്ഷൻ ബി ആണ്, NCERT. NCF will have how many versions under NEP 2020? NCF will have how many versions under NEP 2020? ഓപ്ഷൻ സി 4 ആണ്. ഓക്കെ, ഏതാണ് 4 NCF, ECCE, then NCFSC for school education, NCFTE for teacher education, NCF for higher education. അടുത്ത ചോദ്യം, NCRF proposed in 2022 stands for? NCRF proposed in 2022 stands for? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്. നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്. നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്. അടുത്ത ചോദ്യം, the national digital library is meant for? Is it only for teachers or only higher education or students of all levels or only researchers? Correct answer, students of all levels. The National Digital Library, NDL, is meant for students of all levels. അടുത്ത ചോദ്യം, what is the major target year for implementing NEP reforms fully? 2040 ആണ് കേട്ടോ, ഇപ്പോഴൊന്നുമല്ല, 2040. അടുത്ത ചോദ്യം, the higher education undergraduate structure follows? The higher education undergraduate structure follows? Option B, 3+1 with multiple exit options. അടുത്ത ചോദ്യം, multiple entry, multiple exit system is enabled through? Correct answer ABC. എന്താണ് ABC? Academic Bank of Credits. Multiple entry, multiple exit system is enabled through Academic Bank of Credits. അടുത്ത ചോദ്യം, in NEP 2020 which exit option gives a certificate? ചുമ്മാ ഇറങ്ങിപ്പോയ പോരല്ലോ, സർട്ടിഫിക്കറ്റ് വേണ്ടേ? In NEP 2020 which exit option gives a certificate? ഓപ്ഷൻ
ഏതാണ്? ഫസ്റ്റ് ഇയർ ആണോ, സെക്കൻഡ് ഇയർ ആണോ, ആഫ്റ്റർ സെക്കൻഡ് ഇയർ ആണോ, ആഫ്റ്റർ തേർഡ് ഇയർ ആണോ, ആഫ്റ്റർ ഫോർത്ത് ഇയർ ആണോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഒരു വർഷം, ആഫ്റ്റർ 1 ഇയർ, ഒരു വർഷത്തിന് ശേഷം എക്സിറ്റ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടൂ. അടുത്ത ചോദ്യം, എ ഡിപ്ലോമ ഈസ് അവോർഡഡ് ആഫ്റ്റർ 2 ഇയേഴ്സ്. ഓക്കെ, 2 ഇയേഴ്സ്. അടുത്ത ചോദ്യം, എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഓണേഴ്സ് ഈസ് അവോർഡഡ് ആഫ്റ്റർ എത്ര വർഷമായിരിക്കും? ഓഫ് കോഴ്സ് ഓപ്ഷൻ സി, 4 ഇയേഴ്സ്. അടുത്ത ചോദ്യം, the 4-year B.Ed will include how many years of integrated training? The 4-year B.Ed will include how many years of integrated training? Correct answer option C ആണ്, 4 വർഷം കേട്ടോ. മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ ടീച്ചിങ് ബൈ 2030 ആകുമ്പോഴത്തേക്കും ടീച്ചേഴ്സിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്? 2 ഇയർ B.Ed ആണോ, 3 ഇയർ B.Ed ആണോ, 4 ഇയർ ഇന്റഗ്രേറ്റഡ് B.Ed ആണോ, M.Ed ആണോ? ഓപ്ഷൻ സി ആണ് കേട്ടോ, 4 ഇയർ ഇന്റഗ്രേറ്റഡ് B.Ed. അടുത്ത ചോദ്യം, the full form of NTEF. The full form of NTEF. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, നാഷണൽ ടീച്ചർ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്ക്. നാഷണൽ ടീച്ചർ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്ക് ആണ് NTEF. അടുത്ത ചോദ്യം, NIOS and open schooling aim to reduce dropouts through home schooling, flexible learning pathways, mandatory attendance, or more board exams. Correct answer, NIOS and open schooling aim to reduce dropouts through flexible learning pathways. അടുത്ത ചോദ്യം, 1 year master's degree is allowed for students who completed 4-year UG with research. That is the correct answer. 1 year master's degree is allowed for students who completed 4-year UG with research. അടുത്ത ചോദ്യം, very important. PhD admissions will require only interview, only entrance exam, masters or 4-year UG with research. That is the correct answer. Okay, masters or 4-year UG with research will be required for PhD admissions. അടുത്ത ചോദ്യം, NEP stresses elimination of sports, arts education, rote memorization, experiments. ഏതായിരിക്കും ഉത്തരം? ഓഫ് കോഴ്സ് ഓപ്ഷൻ സി, rote memorization. ഓക്കെ. അടുത്ത ചോദ്യം, NEP recommends establishment of SSSA. Expand SSSA. എന്താണ് SSSA? സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി. അതാണ് SSSA, സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി. സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി, അതാണ് SSSA. അടുത്ത ചോദ്യം, SSSA ensures teacher promotions, quality and basic standards of schools, fee regulation, or only curriculum. Correct answer, SSSA ensures quality and basic standards of schools. അടുത്ത ചോദ്യം, which organization handles vocational integration? Which organization handles vocational integration? NCERT, PSSIVE, UGC, AICTE. കറക്റ്റ് ആൻസർ ഏതാണ്? PSSIVE. എന്താണ് PSSIVE? പണ്ഡിറ്റ് സുന്ദർലാൽ ശർമ്മ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. അടുത്ത ചോദ്യം, വിച്ച് ഇനിഷ്യേറ്റീവ് ലിങ്ക്സ് സ്കൂൾസ് വിത്ത് വോളണ്ടിയേഴ്സ് ആൻഡ് അലുമിനി? വിച്ച് ഇനിഷ്യേറ്റീവ് ലിങ്ക്സ് സ്കൂൾസ് വിത്ത് വോളണ്ടിയേഴ്സ് ആൻഡ് അലുമിനി? ABC, വിദ്യാഞ്ജലി, സ്വയം, ഓർ NROER? കറക്റ്റ് ആൻസർ വിദ്യാഞ്ജലിയാണ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, NEP recommends achieving universal foundational learning by 2025. NEP recommends achieving universal foundational learning by 2025, this year. Okay. Next, NEP recommends centralized entrance test conducted by NTA. Okay, NEP recommends centralized entrance tests conducted by NTA, National Testing Agency. National Testing Agency. അടുത്ത ചോദ്യം, teacher promotions shall be based on seniority only, vacancies only, merit-based performance, written exam only. So the correct answer is merit-based performance. Teacher promotions shall be based on merit-based performance. അടുത്ത ചോദ്യം, to integrate Indian knowledge systems, NEP promotes. To integrate Indian knowledge systems, NEP promotes. Correct answer, local art, culture, language plus traditional knowledge. Very important.
local art, culture, language plus traditional knowledge. To integrate Indian knowledge systems, NEP promotes local art, culture, language plus traditional knowledge. അടുത്ത ചോദ്യം, which policy emphasizes exit and re-entry flexibility? Which policy emphasizes exit and re-entry flexibility? Correct answer option C ആണ്, NEP 2020. അടുത്ത ചോദ്യം, higher education curriculum must ensure narrow specialization, broad-based multidisciplinary education, only technical subjects, no arts subjects. Correct answer option B ആണ്, broad-based multidisciplinary education. Higher education curriculum must ensure broad-based multidisciplinary education. അടുത്ത ചോദ്യം, NEP proposes which to improve teacher quality? Is it CTET only, or is it NPST standards, or is it distance B.Ed or no teacher training? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, എന്താണ് NPST? ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൂടി പറയാം. നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചേഴ്സ്. Then, which policy replaced NEP 1986? Which policy replaced NEP 1986? Yes, NEP 2020. അടുത്ത ചോദ്യം, NEP suggests integration of which skills? Integration of which skills? NEP ഏത് സ്കിൽസിന്റെ ഇന്റഗ്രേഷൻ ആണ് സജസ്റ്റ് ചെയ്യുന്നത്? സയന്റിഫിക് ടെമ്പർ ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി ആണോ, ഓൺലി ഗ്രാമർ ആണോ, ഓൺലി ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് ആണോ, അതോ ഓൺലി മാത്ത് ആണോ? യെസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ എ, സയന്റിഫിക് ടെമ്പർ ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി. അടുത്ത ചോദ്യം, ബാഗ്ലെസ് ഡേയ്സ് എൻകറേജ്. ബാഗ്ലെസ് ഡേയ്സ് എൻകറേജ്. കറക്റ്റ് ആൻസർ ഏതാണ്? ക്രിയേറ്റിവിറ്റി ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അധികം നമ്മൾ വായിച്ച് ടൈം കളയേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച് അറിഞ്ഞിരുന്നാൽ മതി. NEP 2020 replaces the term schooling with. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. NEP 2020 replaces the term schooling with stages of development. Stages of development. അപ്പോൾ സ്കൂളിംഗ് അല്ല ഇനി stages of development. അടുത്ത ചോദ്യം, which institution will oversee funding for HEIs? Correct answer HEGC, Higher Education Grants Council. NEP encourages which approach to subjects? Correct answer ഏതാണ്? Multidisciplinary and holistic approach. അടുത്ത ചോദ്യം, NEP targets adult education through adult education centers. Very easy. അടുത്ത ചോദ്യം, National Book Promotion Policy aims to promote reading culture. National Book Promotion Policy aims to promote reading culture. 100 ചോദ്യമായി. NEP recommends which competency at secondary level? NEP recommends which competency at secondary level? Global citizenship education ആണോ, ഓൺലി സയൻസ് പ്രോജക്ട്സ് ആണോ, ഓൺലി ആർട്സ് ആണോ, ഓൺലി സ്പോർട്സ് ആണോ? ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ എ, ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ. 100 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ആരെങ്കിലും ഇത് ഫുള്ള് കണ്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് അറിയിക്കാനും മറക്കരുത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 101. Which body will monitor the implementation of NEP 2020 at the national level? Which body will monitor the implementation of NEP 2020 at the national level? കറക്റ്റ് ആൻസർ മാത്രമാണ് ഞാൻ ഇനി മുതൽ വായിക്കുന്നത് കേട്ടോ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ NEP 2020, the Ministry of Human Resource Development was renamed as Ministry of Education, which is the nodal authority of NEP implementation. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം, which commission is proposed as the single regulator in higher education? Which commission is proposed as the single regulator in higher education? NHERC. National Higher Education Regulatory Council will be the common regulator for higher education, excluding medical and legal education. അടുത്ത ചോദ്യം, NEP 2020 targets 50% gross enrollment ratio GER in higher education by which year? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ലെറ്റ്സ് ചെക്ക്. ബൈ 2035. 2035. NEP proposes to increase GER to 50% by 2035. What is the full form of NHEQF? Already പറഞ്ഞതാണ്, National Higher Education Qualification Framework. So it standardizes learning outcomes at each education level. അടുത്ത ചോദ്യം, which among the following is not a vertical of HECI? HEGC, NHERC, NAC, CBSE. കറക്റ്റ് ഏതാണ്?
4 verticals അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ CBSE ആണ്. പിന്നെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? NHERC, that is for regulation, HEGC for funding, NAC for accreditation, GEC for academic standards setting. അടുത്ത ചോദ്യം, the full form of HEGC, Higher Education Grants Council. HEGC gives financial grants to HEIs. അടുത്ത ചോദ്യം, NEP proposes 100% literacy and numeracy by which year? 2025. Then next question, the new curricular structure 5+3+3+4 corresponds to which age group? The new curricular structure 5+3+3+4 corresponds to which age group? ഏതാണ് correct answer? 3 to 18 years. Option B ആണ് correct answer, 3 to 18 years. It covers entire schooling from preschool to at the age of 18. അടുത്ത ചോദ്യം, in NEP 2020, at what age will students take board exams? Correct answer option B ആണ്, classes 10 and 12. Board exams remain in class 10 and 12 but redesigned to reduce burden. Which exam body will conduct all university entrance tests? UPSC, CBSE, NTA, NIOS. NTA ആണ്. Okay. National Testing Agency will conduct common university entrance tests. Then the full form of NETF. എന്താണ് NETF? Option A ആണ് correct answer, National Educational Technology Forum. NETF guides the integration of technology in teaching and learning. അടുത്ത ചോദ്യം, NEP proposes teacher minimum qualification as 1 year B.Ed ആണോ, 2 year B.Ed ആണോ, 4 year integrated B.Ed ആണോ, 3 year diploma ആണോ? Correct answer 4 year integrated B.Ed ആണ്. High quality 4 year integrated teacher education program ITEP is mandated. What is the full form of ABC? നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞതാണ്, Academic Bank of Credits. It stores and transfers credits digitally. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Which stage under NEP includes play-based learning? Which stage under NEP includes play-based learning? Preparatory stage ആണോ, middle stage ആണോ, foundational ആണോ, secondary ആണോ? Correct answer option C ആണ്, foundational stage. അതായത് 3 to 8 years. It is activity based. അടുത്ത ചോദ്യം, the foundational stage includes which classes? Option D ആണ്, classes preschool plus 1 to 2. That is 3 years of preschool plus class 1 and 2. അടുത്ത ചോദ്യം, NEP 2020 emphasizes mother tongue language as medium of instruction till at least class 5, preferably till class 8. അടുത്ത ചോദ്യം, which system is replaced by NEP 2020? Answer 10+2 structure. It was replaced by 5+3+3+4 structure. Which mission addresses foundational literacy? NIPUN Bharat, Swayam, Sankalp, Samagra Shiksha. Correct answer ഏതാണ്? NIPUN Bharat, National Initiative for Proficiency in Reading with Understanding and Numeracy. NEP proposes vocational education from which class? Class 6. It also includes internships. അടുത്ത ചോദ്യം, credit based multidisciplinary education is part of higher education. അടുത്ത ചോദ്യം, the full form of Diksha, Digital Infrastructure for Knowledge Sharing. Then PARAC is responsible for assessment. എന്താണ് PARACന്റെ full form? Performance, Assessment, Review and Analysis of Knowledge for Holistic Development. School complexes are formed to provide shared resources. അടുത്ത ചോദ്യം, multidisciplinary universities will have a minimum of 3,000 students. Multidisciplinary universities will have a minimum of 3,000 students. NEP 2020 highlights bagless days for which classes? Classes 6 to 8. ഇത് ഓൾറെഡി നമ്മൾ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, എന്നാലും നിങ്ങൾ ഒന്നുകൂടി കേട്ടെന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? The new secondary stage starts at which class? The new secondary stage will start at which class? Correct answer option C ആണ്, class 9. How many years is the secondary stage? Option B ആണ്, 4 years. That is classes from 9 to 12. ഒമ്പതാം ക്ലാസ് മുതൽ 12th വരെയാണ് സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത് NEP 2020 അനുസരിച്ച്.
അടുത്ത ചോദ്യം NEP promotes a semester system in primary education, secondary education, higher education, or it is the correct answer, higher education. Which exam will reduce high stakes nature? Option B ആണ് correct answer, board exams. NEP introduces the concept of holistic report card called progress card. അടുത്ത ചോദ്യം NEP 2020 proposes which type of curriculum for secondary stage, that is classes 9 to 12? Option B ആണ് correct answer, flexible and multidisciplinary. That is, students can choose subjects across streams, arts, science, commerce. അടുത്ത ചോദ്യം PARAC will work under which body? NCERT, NIOS, or CBSE, or SCERT? Of course, it is NCERT. PARAC means Performance Assessment, Review and Analysis of Knowledge for Holistic Development. അടുത്ത ചോദ്യം The target to universalize education from preschool to secondary school level is by 2030. NEP aims education for all by 2030 aligned with SDG 4, Sustainable Development Goal 4. What is the full form of SDG? ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, Sustainable Development Goal. NEP recommends 360-degree holistic progress card using self-assessment, peer assessment, teacher assessment. Okay. Students, peers, and teachers together contribute. Which body will decide learning outcomes for school education? Learning outcomes for school education. NCERT ആണോ, SCERT ആണോ, NFSE ആണോ, NAC ആണോ? NFSE. എന്താണ് NFSE? National Curriculum Framework for School Education. അടുത്ത ചോദ്യം NEP 2020 replaces the term higher education institutions, അതാണ് HEIs, higher education institutions, with multidisciplinary education and research university. മെരു എങ്ങനെ പറയാല്ലേ, MERU, എളുപ്പത്തിന് വേണ്ടി വല്ല മെരു എന്നൊക്കെ പറഞ്ഞ് പഠിക്കാം. Multidisciplinary Education and Research Universities. അടുത്ത ചോദ്യം What is the goal of gross enrollment ratio in school education by 2030? 100%. Okay, 100% ആണ് ratio by 2030. That is gross enrollment ratio. Okay. അടുത്ത ചോദ്യം Which body will remain the academic bank of credits? ABC, UGC, NTA, AICTE, NCERT. Correct answer ഏതാണ്? UGC ആണ്. അടുത്ത ചോദ്യം Which system allows a student to exit 1-year certificate, 2-year diploma, 3-year degree? Correct answer, multiple entry and exit system, MEES. Full form of NRF എന്താണ്? National Research Foundation. That is the correct answer. Then National Research Foundation will function under which ministry? Yes, that is the correct answer, Ministry of Education. Which stage focuses on discovery-oriented learning? Discovery-oriented learning, middle stage. Okay, that is classes 6 to 8. Middle stage pedagogy emphasizes experiential learning. Middle stage pedagogy emphasizes experiential learning. അടുത്ത ചോദ്യം NEP proposes an integrated curriculum called National Curriculum Framework, NCF. So 4 NCFs are to be revised. Which are they? NCF SE, NCF TE, NCF EE, NCF HE. School education, teacher education, early education, higher education. Which mission supports digital learning? Swayam, Diksha, PM E-Vidya, or all of the above? Correct answer, all of the above. Full forms ആവശ്യമുണ്ടോ ഇതിന്റെ? I will just show you the screen. This is the full form of Swayam. I will read it. Study webs of active learning for young aspiring minds. ഇനി ദിക്ഷ നമ്മൾ പറഞ്ഞിരുന്നുണ്ട് 3 പ്രാവശ്യം. PM E-Vidya പറഞ്ഞില്ല, ഈ വീഡിയോയിൽ പറഞ്ഞില്ല, മുൻപ് വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് e-learning initiative. അടുത്ത ചോദ്യം NEP recommends teacher recruitment based on TET, demonstration and interview. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? For teacher education, NEP establishes എന്താണ്? PSSBs. Professional Standard Setting Boards ensure teacher quality. PSSBs എന്താണ്? Professional Standard Setting Bodies. അടുത്ത ചോദ്യം What is the minimum qualification for becoming a teacher by 2030? 2030 ആകുമ്പോഴത്തേക്ക് ഒരു ടീച്ചർ ആണെങ്കിൽ എന്തൊക്കെ വേണം? 4-year integrated B.Ed വേണം, മിനിമം ക്വാളിഫിക്കേഷൻ. ഓക്കെ,
NEP 2020 aims to bring early childhood care under which body? Correct answer ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ്, മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, MWCD. ECCE എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് MWCD, that is Ministry of Women and Child Development, implemented through Anganwadis. NEP 2020 mandates universal access to education for children aged 3 to 18. That is, it covers preschool to grade 12. ECCE under NEP 2020 will be delivered mainly through early childhood care education. Correct answer ഏതാണ് അപ്പോൾ? Anganwadis plus primary schools. Which organization will develop national curriculum frameworks? Of course, it is NCRT. What is the full form of NCFTE? എന്താണ് full form? National Curriculum Framework for Teacher Education. That is the correct answer. Option B ആണ് correct answer. അടുത്ത ചോദ്യം. The school bag policy is linked with which recommendation of NEP 2020? Bagless days. The midday meal scheme has been renamed as PM Portion, PM Shikshan, PM Ujjwal. ഏതാണ്? PM Portion. It is related to NEP nutrition focus. അടുത്ത ചോദ്യം. Which approach does NEP recommend for children with disabilities? Inclusive education. SSSA will handle student support and scholarship administration. അടുത്ത ചോദ്യം. NEP 2020 recommends that gifted children should be provided with accelerated learning paths. അടുത്ത ചോദ്യം. At the higher education level, the NEP recommends. Correct answer A ആണ്. 3 types of HEIs. ഏതാണ് ആ ടൈപ്സ്? Research intensive, teaching intensive, autonomous colleges, then school, college, university, central state deemed universities. These are the 3 types. അടുത്ത ചോദ്യം. The target year to ensure all HEIs become multidisciplinary is 2040. What is the full form of GER? Gross enrollment ratio. Okay, gross enrollment ratio. Which body will accredit all higher education institutions? NAC. Spelling different ആയിട്ടുള്ള വേറൊരു NAC. NCRT. Correct answer NAC, NAC. National Accreditation Council. New body under HECI. Full form of HECI ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ഇനിയും വായിക്കുന്നില്ല. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. HECI consists of how many verticals? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 4 verticals. അത് ഏതാണെന്നും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്. എനിവേ ഇറ്റ് ഇസ് ഗുഡ് ഫോർ യു അല്ലേ? റിപ്പീറ്റ് ചെയ്തൊന്നും കൂടി കേൾക്കുന്നതോ കാണുന്നതോ വായിക്കുന്നതോ നമുക്ക് യൂസ്ഫുൾ ആയി തന്നെയാണ് തോന്നുന്നത് അല്ലേ? അടുത്ത ചോദ്യം. The National Higher Education Qualification Framework is abbreviated as. This is something very simple. Option B ആണ്. ഓക്കെ, ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇതുപോലത്തെ വീഡിയോ ഇനിയും കാണുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക.